ഇതിപ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എനിക്ക് ഗണേഷ് കുമാറിനെ. പുള്ളിയുടെ മുറിയിലാകെ ഗതാഗത കുരുക്കായിരുന്നാണ് വാർത്ത. കേരളത്തിൽ 4717 KSRTC ബസ്സുകളാണ്. ആ ബസ്സിന്റെ എണ്ണത്തെക്കാൾ കൂടുതൽ പ്രണയങ്ങളുള്ള ആളാണ് അത്ര അയാള്. നാളെ മക്കളിൽ ഒരാൾ SFIന്റെ കൊടിയും പിടിച്ച് വീട്ടിൽ കയറി വന്നാൽ എന്റെ മുണ്ടിന്റെ മടിക്കുത്തി പിടിച്ചിട്ട് കോളേജിന്റെ മുമ്പിലിട്ട് ഇങ്ങനെ ആട്ടിയിട്ടുണ്ട് SFIക്കാര്. പക്ഷെ എന്നാലും എന്തോ ഇഷ്ടമാണ് എന്നെ ആളുകൾക്ക്. ഇൻഡോ ചേട്ടൻ സൂപ്പറാണ്. ഈ തട്ടുകട പൂട്ടിപ്പോകാനുള്ള ഒരു കാരണം എന്താണ്? ബിസിനസ്സില് പൊറോട്ട അടിക്കുമായിരുന്നു. പൊറോട്ട എനിക്ക് അത്ര എക്സ്പേർട്ട് അല്ല. പൊറോട്ട അടിച്ചിട്ടുണ്ട്. ബിരിയാണി വെക്കാൻ അറിയോ? തലശ്ശേരി സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ് എന്റെ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടം. മാഞ്ഞാലി ബിരിയാണി വെക്കൂ. ഒരു രാഷ്ട്രീയക്കാരനെ വിളിച്ചിരുത്തിയിട്ട് മാഞ്ഞാലി ബിരിയാണി. ആക്ച്വലി ഞാൻ അല്പം ഒരു ഇൻട്രോവേർട്ടാണ്. എനിക്ക് അല്പം കൂടുതൽ നാണവമാനമൊക്കെ ഉള്ള ഒരാളാണ്. ഞാൻ നാണവമാനൊക്കെയുള്ള ആളാണ്. എനിക്ക് പക്ഷെ ഒരു ജംഗ്ഷനിൽ ഇറങ്ങി ചായക്കട ചെന്ന് അവിടെ എല്ലാവരും എൻ്റെ കമ്പനിക്കാരോ പെട്ടെന്ന്. നീ ഇത്ര അഗ്രസീവായിട്ട് സംസാരിക്കില്ലേ ജിൻഡോ? ഒരു പൊടിക്കിച്ചിരി കുറയ്ക്കണം. ഇങ്ങനെ അഗ്രസീവായിട്ടുള്ള സംസാരിച്ച ഒരാളിപ്പോ പാലക്കാട് വീട്ടിലിരിപ്പുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതാരാ? അതാരാ? രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നില്ല. അയാൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ അത് ഏറ്റു പറഞ്ഞ് കറക്റ്റ് ചെയ്യപ്പെടണമെന്ന് വിചാരിക്കുന്നു. ഗെയിമോ ഞാൻ വിചാരിച്ചു വെള്ളം തരാൻ പീസരിനെയാണ് ഓർമ്മ വരിക. ഒന്ന് തൊട്ടപ്പുറത്തേക്ക് നോക്കി ആരെങ്കിലും ഒക്കെ കിട്ടും. എനിക്ക് ഒരാളെ ഓർമ്മ വരുന്നുണ്ട്. എനിക്ക് അലിയൻ കിണറിനെ കാണുമ്പോൾ പിണറായി വിജയനെ ഓർമ്മ വരുന്നു. അമ്മാതിരി കമന്റ് ഒന്നും ഇങ്ങോട്ട് വേണ്ട കേട്ടോ. എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരു സമുദായ നേതാവും ശുപാർശ ചെയ്യില്ല. കനകൂലുവിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ എന്നെ BJP-ക്കാർ പറയുന്നത് ജിഹാദി എന്ന്, CPM-കാർ പറയുന്നത് ക്രിസംഗി എന്നാ. ഞങ്ങളുടെ അങ്കമാലി MLA റോജിയോട് മത്സരിച്ച് ജയിക്കാൻ പിണറായി വിജയന് പറ്റുമോ? ചോദിക്കും. ഓറ ഉണ്ടോന്ന് ചോദിക്കും. പെട്ടെന്ന് എൻ്റെ വായിൽ പ്രാസം വരും. പിണറായി വിജയൻ്റെ ഓറയൊക്കെ നമ്മൾ